ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ആഴ്ച തൊട്ട് 4-ാമത്തെ ആഴ്ച വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കുട്ടിയുടെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ലക്ഷണങ്ങളും എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ 5th വീക്ക്, അതായത് 5-ാമത്തെ ആഴ്ചയിൽ എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റും ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നേരത്തെയുള്ള, അതായത് ആദ്യത്തെ ആഴ്ച തൊട്ട് 4-ാമത്തെ ആഴ്ച വരെയുള്ള വീഡിയോസ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. അപ്പോൾ 5-ാമത്തെ ആഴ്ചയിൽ കാര്യമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണണമെന്നില്ല, എന്നാലും ശരീരം ചില ലക്ഷണങ്ങൾ അകമേ കാണിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ആർത്തവം ആവാതിരിക്കുന്നത്. ആർത്തവം ആവാതിരിക്കുന്നതിന് മുമ്പ് തന്നെ സ്പോട്ടിങ് കാണുകയോ ചെയ്യുന്നത് ആർത്തവം ആണെന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇത് ആദ്യത്തെ ഒരു ദിവസം മാത്രമേ പ്രകടമാവുകയുള്ളൂ. ഇത് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിൻ്റെ സൂചനയായിട്ട് പറയാം. ഗർഭധാരണം നടന്ന് 6 മുതൽ 12 ദിവസത്തിനുള്ളിലാണ് സ്പോട്ടിങ് കാണപ്പെടുന്നത്. ഇനി ഇത് സ്പോട്ടിങ് അല്ല, ആർത്തവമാണെങ്കിൽ അതിന് ശേഷം രക്തസ്രാവം വർദ്ധിക്കുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. 5-ാം ആഴ്ചയിൽ കുഞ്ഞിൻ്റെ വികസനം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അതായത് ബേബി ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. അതായത് 5-ാം ആഴ്ചയിൽ കുഞ്ഞിനെ ഭ്രൂണം എന്നാണ് അറിയപ്പെടുന്നത്. അമ്നിയോട്ടിക് ദ്രാവകത്താൽ മൂടിയ അവസ്ഥയിലായിരിക്കും കുഞ്ഞ് ഉണ്ടാകുന്നത്. ഈ സമയം തൊട്ടാണ് കുഞ്ഞ് വേഗത്തിൽ വളരാൻ തുടങ്ങുന്നത്. അതായത് 5-ാമത്തെ ആഴ്ച കഴിയുന്നതോടുകൂടി വേഗത്തിൽ കുഞ്ഞ് വളരാൻ തുടങ്ങും. മിക്ക അവയവങ്ങളും വികസിക്കുന്നതും ഈ സമയത്താണ്. ഈ സമയത്ത് കുഞ്ഞിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു എള്ളിൻ്റെ അത്രയേ കാണത്തുള്ളൂ. മുഖം രൂപം ചെറിയ കണ്ണും മൂക്കും ഒക്കെ രൂപം കൊള്ളുന്നതും ഈ സമയത്താണ്. രക്തചംക്രമണ വ്യൂഹം വികസിക്കുന്നതും ഈ ടൈമിലാണ്. കുഞ്ഞിൻ്റെ ശരീരത്തിലൂടെ രക്തചംക്രമണം നടക്കുന്നു. ന്യൂറൽ ട്യൂബ് വികസനവും നടക്കുന്നുണ്ട്. പതിയെ മസ്തിഷ്കം, സൂക്ഷ്മനാനാഡി, പ്രധാന ഞരമ്പുകൾ എന്നിവ ദ്രുതഗതിയിലുള്ള കോശ വിഭജനത്തിലൂടെ ഉണ്ടാകുന്നു. ശ്വസന വ്യവസ്ഥയും വികസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടതും വലത്തും ശ്വാസകോശം ഉണ്ടാകുന്നു. കൂടാതെ ആന്തരിക അവയവങ്ങളായ കരൾ, രക്തകോശങ്ങൾ ഉൽപ്പാദനം ആരംഭിക്കുന്നുണ്ട്. ദഹനനാളവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങളും ഈ ടൈമിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യുൽപാദന അവയവങ്ങളും വൃക്കകളും വികസിക്കുന്നു. കണ്ണുകൾ, കൈകാലുകൾ, വിരലുകൾ എന്നിവയൊക്കെ ഈ ടൈമിലാണ്, അതായത് ഈ ആഴ്ച തൊട്ടാണ് ഉണ്ടാകുന്നത്. ഈ സമയത്ത് കുഞ്ഞിന് ചില രക്തക്കുഴലുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നേരത്തെ പറയണ്ടായി. അവയിൽ നിന്നുള്ള ഒരു ചരടാണ് പൊക്കിൾക്കൊടി. ഈ ചരട് പ്ലാസൻ്റയിൽ നിന്ന് കുഞ്ഞിന് വേണ്ട പോഷകങ്ങളും ഓക്സിജനൊക്കെ കുഞ്ഞിലേക്ക് എത്തിക്കുന്നത് ഈ ചരട് വഴിയാണ്. 5-ാം ആഴ്ച ആക്ച്വലി ഈ 5-ാം ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളായിട്ടാണ്, പ്രഗ്നൻസിയുടെ ആദ്യ ദിവസങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. പല സ്ത്രീകൾക്കും 5-ാമത്തെ ആഴ്ചയാകുമ്പോൾ അവർക്ക് ഗർഭിണി ആണ് എന്ന് അറിയാൻ സാധിക്കില്ല. എല്ലാവർക്കും പതിവായിട്ടുള്ള ആർത്തവ ചക്രം ഉണ്ടാകണമെന്നില്ല. കാരണം പലതര ജീവിതശൈലി കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് പലർക്കും പല ടൈമിലാണ് ഇപ്പോൾ പീരീഡ്സ് പോകുന്നതും. റെഗുലർ അല്ല, ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് പലരും അറിയാതെ പോകുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും സംശയം പോയി ചെന്ന് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നത്. അല്ലെങ്കിൽ ആവാതിരിക്കുന്നത് മറ്റ് എന്തെങ്കിലും അസുഖങ്ങളുടെ കാരണം കൊണ്ടും ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ കഴിവതും ഡോക്ടറിനെ കണ്ട് അത് ആ മെൻസസ് റെഗുലർ ആക്കാനുള്ള മെഡിസിൻസ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ള കാരണം, എന്തുകൊണ്ടാണ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് വരുന്നത് എന്നതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ, അതുകൊണ്ട് തന്നെ ആർത്തവം കറക്റ്റായിട്ട് ഡേറ്റ് വന്നില്ലെങ്കിലും ആരും അത് ശ്രദ്ധിക്കാറില്ല. ചെറിയ സ്പോട്ടിങ് ശ്രദ്ധിച്ചേക്കാം, ഇത് ആർത്തവമാണെന്ന് കരുതിയേക്കാം. പക്ഷേ ചിലപ്പോൾ ഇത് ഇംപ്ലാന്റേഷൻ രക്തസ്രാവത്തിൻ്റെ ലക്ഷണമാവാം. അതായത് നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭ്രൂണം ഗർഭാശയത്തിൻ്റെ ആവരണത്താൽ പറ്റിപ്പിടിക്കുമ്പോൾ അവിടെയുള്ള ബ്ലഡ് സെൽസിൽ ഉണ്ടാകുന്ന പൊട്ടൽ കാരണം ഉണ്ടാകുന്ന ഒരു സ്പോട്ടിങ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗർഭത്തിൻ്റെ ഫസ്റ്റ് സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. മറ്റ് സിംറ്റംസ് 5-ാമത്തെ ആഴ്ചയിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ആൾക്കാർക്കും കാണണമെന്നില്ല. കാരണം നേരത്തെ പറയുകയുണ്ടായി, 5-ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആണ് കൺഫേം ചെയ്യുന്ന ഒരു ദിവസങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അതായത് ആർത്തവം റെഗുലർ അല്ലാതായി വരികയും അല്ലാതെ ആർത്തവം ആവാതിരിക്കുന്ന അവസ്ഥ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സിംറ്റംസൊക്കെ കാണുമ്പോഴാണ് ആ ടൈമെന്ന് പറയുന്നത് ചിലപ്പോൾ 5-ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം വരുന്നത്. അപ്പം
ഇത് നമുക്ക് ഫസ്റ്റിലെ ഈ സിംറ്റംസ് പ്രഗ്നൻ്റ് ആണ് എന്നുള്ള സിംറ്റംസിൻ്റെ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. എന്നാലും ഈ ചില സിംറ്റംസ് നമുക്ക് പറയാം. എല്ലാവർക്കും അതേപോലെ സിംറ്റംസ് കാണണമെന്നില്ല. പക്ഷെ എന്നാലും 5ാമത്തെ ആഴ്ചയിൽ ചില ആൾക്കാർക്ക് ചില സിംറ്റംസ് കാണിക്കാം. അതായത് ഒന്ന് നേരത്തെ പറയേണ്ട ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്, അതായത് സ്പോട്ടിങ് ഉണ്ടാവുന്നത്. പിന്നീടുള്ളത് വായിലൊരു മെറ്റാലിക് ടേസ്റ്റ്, അതായത് ലോഹം കിടക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നീടുള്ളത് സെൻസിറ്റീവായിട്ടുള്ളതും വേദനിക്കുന്നതുമായിട്ടുള്ളൊരു ബ്രസ്റ്റ് ഉണ്ടാവും. മലബന്ധം പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ ഉള്ള തോന്നും. പിന്നെ വെജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവും. ചില സ്മെൽസ് നമുക്ക് പിടിക്കാത്തതായിട്ട് വരും. ചിലപ്പോൾ അതുവരെ ഇഷ്ടപ്പെടുന്ന സ്മെല്ലായിരിക്കാം, ചിലപ്പോൾ ആ ടൈമിൽ ഇഷ്ടപ്പെടാതെ വരുന്ന സ്മെല്ലായിട്ട് തോന്നിപ്പോവും. ചിലരിൽ ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ് പ്രോബ്ലംസ്, എന്ത് കഴിച്ചാലും വയറ് വീർത്തിരിക്കുക, ഹെവിനെസ്സൊക്കെ ഫീൽ ചെയ്യുക, ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഭയങ്കരമായിട്ടൊരു തലവേദന, മൈഗ്രെയിൻ എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ലക്ഷണങ്ങളാണ്. പക്ഷേ ഈ ലക്ഷണങ്ങളൊന്നും നമുക്ക് പ്രഗ്നൻ്റ് ആണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ലക്ഷണങ്ങളാണ് എന്ന് കരുതി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ടൊരു 5ാമത്തെ ആഴ്ച, അതായത് ഇപ്പം പീരീഡ്സ് മിസ്സായി കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളായി ഒരു ചിലപ്പോൾ ഈ 5ാമത്തെ ആഴ്ചയിൽ ചിലപ്പം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു 5ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് ഒരു 10 ഡേയ്സും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കത് പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് 5ാമത്തെ ആഴ്ചയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ 6ാമത്തെ ആഴ്ചയിൽ എന്തൊക്കെയാണ് ബേബി ഡെവലപ്മെൻറ്റും എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നതിനെപ്പറ്റി പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്